നമസ്കാരം മാന്യ പ്രേക്ഷകരെ. ഞാൻ 2-3 ദിവസമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കോട്ടയത്തേക്ക് പോകുന്ന മറ്റൊരാവശ്യത്തിന് പോകുന്ന വഴിയിൽ കൃത്യമായിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തുന്നു. ആ ഹോട്ടൽ ഞാനിത് കാണിച്ചു തരാം. ആ ഹോട്ടലിൽ നിർത്തിയ സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ഒരു പ്രസ്സിൻ്റെ ബോർഡ് കാണുകയാണ്. ഈ പ്രസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് വെക്കുന്നത്. കാരണം ഒരു പ്രസ് നടത്തുക എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും. പക്ഷെ ഈ പ്രസ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ഒരു യുവതിയാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവിടുത്തെ പ്രാധാന്യം. അല്ല, എത്രയോ യുവതികളും യുവാക്കളും ഒക്കെ ഇതുപോലെ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ കണ്ണിൽ അത്തരത്തിൽ ഒന്ന് പെടുമ്പോൾ അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീ നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. എന്നാൽ അതിന് നേരെ ഘടകവിരുദ്ധമായി തന്നെ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ. പക്ഷെ യഥാർത്ഥത്തിലുള്ള സ്ത്രീ ശക്തി എന്താണ്, സ്ത്രീ നവോത്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ടും ഈ യുവതി കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ പ്രസിന്റെ ഉടമയായിട്ടുള്ള ഈ യുവതിയുടെയും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മളൊന്ന് നേരിൽ പരിചയപ്പെടേണ്ടതുണ്ട്. അത്ര കണ്ട് ശക്തിയാർജിച്ച ഒരു ദുർഗയുടെ ഒരു പ്രസ്സിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എന്തായാലും അതിന്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ആ സഹോദരിയോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കണ്ടു നോക്കാം. ചേച്ചി നമസ്കാരം. ഇത് എത്ര വർഷമായി ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത്? 15 വർഷത്തോളം അല്ലെ? ഇവിടെ വേറെയും കുറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ? ഇതില് എന്തൊക്കെ തരം പ്രിന്റിംഗ് ആണ് ഇവിടെ സത്യത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോസ്റ്റർ പ്രിന്റിംഗ് ഉണ്ട്, വെഡിങ് കാർഡ് ഉണ്ട്, ഉത്സവ നോട്ടീസ് ഉണ്ട്, നോൺ വുമൻ ക്ലോത്ത് പ്രിന്റിംഗ് ഉണ്ട്, പേപ്പർ ബാഗ് പ്രിന്റിംഗ്. ഓക്കെ, ഇതിന്റെ സൈസ് പറയുന്നുണ്ട്. അപ്പൊ നീളം വീതി ഇത്ര മാക്സിമം സൈസും 30 GSM മുതൽ 340-350 GSM വരെയുള്ള മേടിക്കും. ഞാൻ ഇതിലൂടെ പോയ സമയത്ത് ആകസ്മികമായിട്ട് കണ്ടതാണ്. കാരണം ഓപ്പോസിറ്റ് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുമ്പോഴാണ് ഇത് കണ്ടത്. കണ്ട സമയത്ത് ഞാൻ ഇതിനോട് ചേച്ചി ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു സ്ഥാപനം ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഇന്ന ആളുതാണ്, അപ്പൊ അത് നടത്തുന്നത് മെയിനായിട്ട് ഇവര് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് സത്യത്തിൽ നിന്ന് കേരളത്തിൽ ഒരു ലേഡി സ്വന്തമായിട്ടൊരു പ്രസ് ഇത്രയും സ്റ്റാഫുകളെ വെച്ച് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു സ്ത്രീ നവോത്ഥാനം എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം അത് തന്നെയാണ്. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്, ശരിക്കും എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യം ഇത് തുടങ്ങുന്നത് BTP സെന്റർ ആയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. ചെറിയ രീതിയിലാണ്. പിന്നെയാണ് 2 കളർ മെഷീൻ എടുത്തത്. ഇപ്പം ഫുൾ CPC മെഷീനാണ് ചെയ്യുന്നത്. ഈ 2 കളറിൽ നിന്ന് പിന്നെ 4 കളറിലേക്ക് മാറിയിട്ട് കുറെ വർഷമായി? എത്ര വർഷമായി? ഇല്ല, അതിപ്പോ 2 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ആണല്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഈ സാധനം ആരും ആവശ്യപ്പെട്ടാലും കൊടുക്കാൻ പറ്റാറുണ്ട്? അതോ രാജ്യത്തിന് പുറത്തൊന്നും കൊടുക്കാറുണ്ട്? കൊടുക്കാൻ പറ്റും. ഉണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അകത്ത് മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. പുറത്തൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അപ്പൊ അവർക്ക് അയച്ചു കൊടുക്കുക? എങ്ങനെയാ അത് ചെയ്യാറ്? സാധാരണ ഇത് വെച്ചിട്ട് അയച്ചു കൊടുത്താൽ മതി. ഡിസൈൻ ചെയ്ത് അയച്ചു തരുന്ന സാധനം തിരിച്ചയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഇത് ഡിസൈൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഐഡിയ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങോട്ട് ചെയ്തതിന് ശേഷം അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ട് ആളുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ടോ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ? അങ്ങനെ പോവാറുണ്ട് അല്ലെ? കാരണം വിദേശത്തൊക്കെ ഇത് ഡോളറിലും അതല്ലെങ്കിൽ ഇപ്പൊ ദുബായ് ഒക്കെയാണ് ദിർഹം. ഇതിലൊക്കെ കണക്കൂട്ടുമ്പോൾ ശരിക്കും ഭയങ്കര റേറ്റ് വരുന്നുണ്ട്. എനിക്ക് പറയാം, ഞാൻ 1-2 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തന്നെ ഇവിടുന്ന് കൊറിയറായിട്ട് അയക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് എന്നാൽ മിതമായ നിരക്കിൽ കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റെസ്പോൺസ് ആയിട്ട് തന്നെയാണ് തുടർച്ചയായിട്ട് ഇത്രയും വർഷം പിടിച്ചു നിൽക്കുക എന്നുള്ളത് അല്ലെ? ഇത്രയും മത്സര ബുദ്ധിയോട് കൂടിയിട്ടുള്ളൊരു ഒരു മേഖലയല്ലേ ഇത്? ഒട്ടേറെ ആളുകൾ ഈ മേഖലയിലുണ്ട്. അടുത്തടുത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ? ഈ 4 കളർ വളരെ റെയർ ആയിട്ടാണോ അത് എല്ലാവരും ഏകദേശം 4 കളർ വരുന്നുണ്ടോ? ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഈ അടുത്ത പ്രശ്നങ്ങളിലൊന്നും ഇല്ല. തിരുവനന്തപുരം ജില്ലയില് തിരുവനന്തപുരം സിറ്റി ആ ഭാഗത്തോട്ടൊക്കെ അല്ലേ ഉള്ളൂ, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്ന ഇപ്പൊ എക്സാമ്പിൾ എനിക്കൊരു വർക്ക് ഉണ്ട് കരുതാം. അപ്പൊ അത് നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ചെയ്തു കൊടുക്കുക? ആദ്യം മുതൽ ചെയ്യാതെ നമ്മൾ വർക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ അയച്ചു തരണം? എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാലിറ്റി? ചെയ്യാനുള്ള മേറ്റർ അയച്ചു തന്നിട്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് അവരെ പ്രൂഫ് കാണിച്ചിട്ട് പ്രിന്റ് ചെയ്ത് അയച്ചു കൊടുക്കും. വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം പ്രിന്റ് എടുത്ത് അയച്ചു കൊടുക്കും അല്ലെ? അത് ഏത് സൈസിലുള്ളതാണെങ്കിലും അയച്ചു കൊടുക്കാം. അത് അയച്ചു കൊടുക്കാം. പേപ്പർ പ്രിന്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ ക്യാരി ബാഗ് മൾട്ടി കളർ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ വുമൻ
ക്ലോത്ത് പ്രിന്റിംഗ് ഉണ്ട്, സ്റ്റിച്ചിങ്ങും ഉണ്ട്. സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ് മീൻസ് അതെന്താണ് പ്രൊഡക്റ്റ്? അത് നമ്മള് ഈ നോൺ വൂവൻ ക്ലോത്ത് എടുത്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം അതിന് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. സഞ്ചികളും മറ്റുള്ളതൊക്കെ, ബാഗുകള്, ക്യാരി ബാഗുകൾ അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് റെസിപ്റ്റ് ആയാലും അതല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഓഫീസിന് ആവശ്യമുള്ള പ്രിന്റിംഗ് എല്ലാം, ബുക്ക് ബൈൻഡിങ് ഉണ്ട്, ബുക്ക് പ്രിന്റിംഗ് ഉണ്ട്, പിന്നെ നോട്ടീസ് വർക്കുകൾ, പോസ്റ്റർ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഇലക്ഷന്റെ ഒക്കെ ചൂടിലായിരിക്കും അല്ലെ? ഇലക്ഷൻ നടക്കാൻ പോവാണല്ലോ. പിന്നെ ഇപ്പം മറ്റേ വെഡിങ് കാർഡ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചും 2-3 മാസത്തിനകത്ത് അത് ചെയ്യണം, എന്നിട്ട് അത് പുറത്ത് കൊടുക്കാൻ നമുക്ക് ഇവിടെ ചെയ്തിട്ട് എന്ന്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. അവിടുത്തെ ആ യന്ത്ര സാമഗ്രികളും അതിന്റെ ആ പ്രവർത്തനം ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകര് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം പഴയ കാലത്തെ ആ ഒരു സിംഗിൾ കളർ മെഷീനൊക്കെ ആയിരിക്കും എല്ലാവർക്കും പരിചയം ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. പോവാം നമുക്ക്.